ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലേക്കാണ്. മൂന്നാർ യാത്രയിൽ കണ്ട ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് ലക്കം വാട്ടർഫോൾ. അപ്പോൾ ലക്കം വാട്ടർഫോളിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്കം വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ മറയൂർ പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കുറഞ്ഞ ചിലവിൽ മൂന്നാർ ഫുൾ ഒന്ന് ചുറ്റിക്കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് KSRTCയുടെ സൈറ്റ് സീയിങ് സഫാരി നടത്തുന്നുണ്ട്. അപ്പോൾ ഡെയിലി മൂന്നാറിൽ നിന്നും 9 to 5 ആണ് ഈ ഒരു സൈറ്റ് സീയിങ് സഫാരി നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റ് സീയിങ് സഫാരിയിൽ മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ റൂട്ടിൽ പോകുമ്പോൾ ഉൾപ്പെടുന്ന ഒരു പ്രധാന സ്ഥലമാണ് ലക്കം വാട്ടർഫോൾ. KSRTC മൂന്നാറിൽ നിന്നും 3 റൂട്ടിലാണ് സൈറ്റ് സീയിങ് സഫാരി നടത്തുന്നത്. കാന്തല്ലൂർ, ടോപ്പ് സ്റ്റേഷൻ, ചതുരംഗപ്പാറ. അപ്പോൾ കാന്തല്ലൂരിൽ ഉൾപ്പെടുന്ന 9 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ലക്കം ഫോള്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ലക്കം വാട്ടർഫോളിൽ എത്തിച്ചേരാം. അതല്ലെങ്കിൽ മൂന്നാറിൽ നിന്നും ഓട്ടോ ടാക്സിയൊക്കെ ലോക്കലായിട്ടുള്ള ഓട്ടോ ടാക്സികളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ലക്കം വാട്ടർഫോളിലേക്ക് എത്തിച്ചേരാം. ഇതുകൂടാതെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്കും മൂന്നാർ മറയൂർ റൂട്ടിൽ സഞ്ചരിച്ചാൽ നമുക്ക് ലക്കം വാട്ടർഫോളിൽ എത്തിച്ചേരാം. KSRTCയുടെ സൈറ്റ് സീയിങ് സഫാരിക്ക് ഒരാൾക്ക് വരുന്ന ചാർജ് 300 രൂപയാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് മുൻപായിട്ട് മൂന്നാർ KSRTC സ്റ്റാൻഡിൽ എത്തിച്ചേരുവാണെങ്കിൽ ഇങ്ങനെ ഒരു സൈറ്റ് സീയിങ് സഫാരിയൊക്കെ നടത്തിയിട്ട് വൈകിട്ട് 5 മണിയാകുമ്പോൾ നമുക്ക് തിരിച്ച് മൂന്നാറിൽ നിന്ന് മടങ്ങി വരാവുന്ന രീതിയിൽ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് KSRTCയുടെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂന്നാർ മറയൂർ റൂട്ട് സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമ്മൾ പോകുന്ന വഴിയിൽ ഫുൾ തേയിലത്തോട്ടങ്ങളാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങിയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വളരെ മനോഹരമായൊരു വ്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റും ഡിസംബർ ടൈം ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ടൈമാണല്ലോ ഡിസംബർ, ആ ഒരു ടൈം. അപ്പോൾ നമുക്ക് ഒരു ട്രാവലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണ് ഡിസംബർ, ജനുവരി ഒക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ മൂന്നാറിൽ വരുമ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല രസമാണ് ആ ഒരു വ്യൂ എന്ന് പറയാനായിട്ട്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു ലക്കം വാട്ടർഫോള് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു പാമ്പാർ നദിയാണ് ഈ ഒരു വാട്ടർഫോളിൻ്റെ സമീപത്തൂടെ ഒഴുകുന്നത്. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നമുക്ക് വേണമെങ്കിൽ കയറാം. പക്ഷെ അവിടെ 3 മണിക്കൂർ ക്യൂവിലൊക്കെ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ കയറിയില്ല. നേരെ പോയത് നമ്മൾ ഈ ലക്കം വാട്ടർഫോളിലേക്കാണ്. അപ്പോൾ ഈ ഒരു ലക്കം വാട്ടർഫോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർഫോളിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് വരുന്ന ചാർജ് 50 രൂപയാണ്. അപ്പോൾ ഈ ഒരു വാട്ടർഫോള് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇതിൻ്റെ ആ ഒരു കൺട്രോളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കോ ഒന്നും നിക്ഷേപിക്കാനൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർഫോളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് സമീപത്തായിട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ക്യാൻറ്റീനും ടോയ്ലറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ഇവർ സംരക്ഷിക്കുന്നത്. അപ്പോൾ നല്ലൊരു വാട്ടർഫോൾ ആട്ടോ. അപ്പോൾ നല്ല ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമീപത്തായിട്ട് നമുക്ക് നിന്ന് ഫോട്ടോസ് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് ആ ഒരു വാട്ടർഫോളിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ഒരു വാട്ടർഫോളിൽ നമുക്ക് ഇറങ്ങാൻ ഒരു പേടിയും വേണ്ട. കാരണം ഒട്ടും ആഴമോ ഒന്നുമില്ലാത്ത ഒരു അടിപൊളി വാട്ടർഫോളാണ്. അപ്പോൾ നല്ല രസമാണ്. കല്ലുകളൊക്കെ ആണെങ്കിൽ പോലും ഒട്ടും വഴുവഴുപ്പ് ഒന്നുമില്ല. നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അത്ര മനോഹരമായ വാട്ടർഫോളാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ കുളിക്കാനും എല്ലാം വേണ്ടിയിട്ട് ആ ഒരു വാട്ടർഫോളിൻ്റെ സമീപത്തായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാട്ടർഫോളിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു
വെള്ളം നമ്മുടെ ഫ്രീസറിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന വെള്ളമില്ല, അത്ര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണുന്നത്. ബാക്കി എല്ലാ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അത്ര ഒരു തണുപ്പ് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടെ ഒരു ഐസ് ഇട്ട പോലത്തെ ഒരു വെള്ളമാണ്. അപ്പം അത്ര തണുപ്പായിരുന്നു. പക്ഷെ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. വളരെ എന്താ പറയുക, ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അത്ര രസമാണ്. നമുക്ക് ഫുൾ ഇറങ്ങാനും ഒരു പേടിക്കാനും ഇല്ല, അത്രയും സേഫ് വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ലക്കം വാട്ടർഫോൾ. അപ്പോൾ മൂന്നാർ റൂട്ടിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളി വാട്ടർഫോളാണ് ലക്കം വാട്ടർഫോള്. ഈ ഒരു ലക്കം വാട്ടർഫോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ ഈ ഒരു വാട്ടർഫോള് ഉത്ഭവിക്കുന്നത് പീഠഭൂമിയിൽ നിന്നാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വാട്ടർഫോളും ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെയാണല്ലോ. അപ്പോൾ ഇതൊരു പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാട്ടർഫോളാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം ഇരവിക്കുളം നാഷണൽ പാർക്കിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് കയറുമ്പോൾ ഈ ഒരു ലക്കം വാട്ടർഫോളിൻ്റെ ആ ഒരു ഉത്ഭവമൊക്കെ കാണാൻ കഴിയും. പിന്നെ മറയൂർ റൂട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർഫോള് അതിലൂടെ എല്ലാം നമുക്ക് ഒഴുകുന്നത് കാണാൻ കഴിയും. കിലോമീറ്ററുകളോളമാണ് ഈ ഒരു വാട്ടർഫോൾ ഒഴുകുന്നത്. മൂന്നാർ മറയൂർ വനമേഖലയിലൂടെയൊക്കെ ഒഴുകുന്ന വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. മൂന്നാറിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ഈ ഒരു ഏരിയയിൽ അധികം മനുഷ്യവാസം ഇല്ലാത്തതിനാൽ ഈ ഒരു വാട്ടർഫോള് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് വാട്ടർഫോളാണ്. അതുപോലെ തന്നെ ഒട്ടും മാലിന്യമൊന്നും ഇല്ലാത്ത വളരെ ശുദ്ധമായ ജലമാണ്. ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും, കണ്ണുനീര് പോലത്തെ വെള്ളമാണ്, അത്രയും ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ ഇതിന് സമീപത്തായിട്ട് വനപ്രദേശമായതിനാൽ നിരവധി കുരങ്ങുകളെയൊക്കെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അത്രയും രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ മൂന്നാർ യാത്രയിൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ലക്കം വാട്ടർഫോള്. അപ്പോൾ ഈ ഒരു റൂട്ട് മൂന്നാർ മറയൂർ റൂട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വാട്ടർഫോളും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.